ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വചനമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. വചനം ഇങ്ങനെയാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഈ വചനത്തിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. വിശ്വാസം എന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല. വിശ്വാസം എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആത്മീയ ഉറപ്പാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഭാവി കാണാനായിട്ട് കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ഭാവി ഏറ്റവും മികച്ച രീതിയിൽ ദൈവം നമുക്ക് തരും എന്നുള്ള ഉറപ്പാണ് വിശ്വാസം എന്നത്. ഒരു കർഷകൻ നിലത്ത് വിത്തിട്ടാൽ അത് നാളെ ഒരു മരമായി മാറുന്നില്ല. എന്നാൽ കർഷകൻ വിശ്വസിക്കുന്നു ഒരു ദിവസം അത് വളരുമെന്ന്. അതാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിലും ദൈവം ചില കാര്യങ്ങൾ ഉടനെ കാണിക്കില്ല, പക്ഷേ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മുടെ കഴിവുകൾ മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രത ദൈവം നോക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പരീക്ഷണങ്ങൾ വരാം, നിരാശകൾ വരാം. പക്ഷേ വിശ്വാസമുള്ളവർ പറയുന്ന ഒരു വാക്കാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും വിശ്വാസമുള്ളവർ പറയുന്ന വാക്കാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്. അവനറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ബൈബിളിൽ യേശുക്രിസ്തുവും പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അത് നമുക്കൊരു പാഠമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൻ നമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, കുടുംബ പ്രശ്നമായാലും, രോഗമായാലും, സാമ്പത്തിക ബുദ്ധിമുട്ടായാലും, ജോലി പ്രശ്നമായാലും, വിശ്വസിക്കുക, ദൈവം നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. നിന്റെ ജീവിതം അവൻ്റെ കയ്യിലാണ്. ഇന്ന് ഈ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഈ വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, പാപിയായ അടിയങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ സന്ധ്യായാമവും കാണുവാനുള്ള മഹാഭാഗ്യത്തെ അവിടുന്ന് നൽകിയ കൃപയ്ക്കായി നന്ദി. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പാപികളായ ഞങ്ങളെ അവിടുന്ന് അങ്ങ് ചേർത്ത് കൊള്ളണമേ. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വചനത്താൽ നന്മകളങ്ങ് നിറയ്ക്കണമേ. ദൈവമേ, അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ അവർ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അവിടെ നിന്ന് അവർക്ക് ബലത്തെ അവിടുന്ന് നൽകണമേ. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വെല്ലുവിളികളിലും അതൊക്കെ നേരിട്ടുകൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവരെ അങ്ങ് ബലപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസമുള്ള മക്കളായി അവിടുന്ന് നിൽക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ കർത്താവെ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് അങ്ങ് ചെയ്യണമേ. ദൈവമേ, അവർക്ക് നഷ്ടമായി പോകുവാൻ ഇടവരുത്തരുതേ. ദൈവവചനത്തെ ശ്രവിക്കുന്നത് അവരുടെ ജീവിതത്തിന് വലിയ തിളക്കങ്ങൾ കൊണ്ടുവരുമെന്ന് അവർ അറിയുവാൻ തക്കവണ്ണം അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ, ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബമായി എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വയ്ക്കുന്നു. ദൈവമേ, അവരുടെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എല്ലാം അവർക്ക് തരണം ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് അങ്ങ് അനുഗ്രഹിച്ചു കാക്കണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.